ഒരുവിധം എല്ലാവർക്കും കോസ്കോനെ കുറിച്ച് അറിയാം അല്ലേ? എങ്ങനെയാണ് ഇത്രയും ബ്രാൻഡഡ് അല്ലെങ്കിൽ ഇത്രയും ലക്ഷറി സംഭവങ്ങളൊക്കെ ഇവരിങ്ങനെ വില കുറവിൽ വിൽക്കണേന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇവർക്ക് എന്താ ഇതിൽ ലാഭം എന്നൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ആരെങ്കിലുമൊക്കെ എന്താ പറയുക, ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും പുറത്തൊരു 160 ഉള്ള സംഭവം കോസ്കോയിൽ പോയി കഴിഞ്ഞാൽ 90 രൂപയ്ക്കൊക്കെ 90 രൂപ കിട്ടും. അതുപോലെ തന്നെ എല്ലാ സംഭവത്തിനും നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പം, അതുപോലെ തന്നെ കുട്ടികളുടെ സംഭവങ്ങൾ, കോസ്മെറ്റിക്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുമ്പം അവർ ഭയങ്കര വിലക്കുറവിലിടാറുണ്ട് കേട്ടോ. അപ്പം ഈ ഇടയ്ക്ക് കോസ്കോയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പരിചയപ്പെട്ടു. അപ്പോൾ അവനോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചോദിച്ചത്, എന്താണ് ഇങ്ങനെ ഇത്രയും ലാഭത്തിലൊക്കെ വിൽക്കണത്. അപ്പോൾ അവൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്കോ എന്ന് പറയുന്ന സംഭവം അവരാണ് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ എന്താ പറയുക ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് വാൾമാർട്ട്സ് എന്താണ്. അപ്പം അവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്കോയിൽ സംഭവങ്ങൾ കൊടുക്കുന്നത്. അപ്പം കോസ്കോൻ്റെ കാർഡുകൾ ഒരിത്തിരി എബോ ആവറേജ് ഉള്ള ആൾക്കാർക്കല്ലേ, പ്രൊഫഷണൽസിലാണ് കോസ്കോൻ്റെ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണക്കാർക്ക് അത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. സാധാരണക്കാർക്ക് നമ്മുടെ എന്താ പറയുക ഗിഫ്റ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് കോസ്കോന്ന് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ കോസ്കോയിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വെക്കുമ്പം അത് കുറച്ചും കൂടി അപ്പർ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ആണ് നോർമലി. അങ്ങനെ ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ പറയണേ ഈ ബ്രാൻഡുകളൊക്കെ കോസ്കോ ആയിട്ട് ടൈപ്പ് വയ്ക്കുന്നത്. അപ്പം എന്താ പറയുക, ഒരു ചെറിയൊരു ബ്രാൻഡാണെങ്കിൽ പോലും കോസ്കോയിൽ കൊണ്ട് വെച്ചിട്ട് പൈസ കുറച്ച് വിൽക്കുമ്പം അത് അപ്പർ ക്ലാസ് ഉള്ള ആൾക്കാരാണ് അത് വാങ്ങിക്കുന്നത്. അപ്പം അതാണ് കോസ്കോൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവർക്കത് വേണ്ടു, അവർ പറയുന്ന പൈസക്ക് ബ്രാൻഡ്സ് കൊടുക്കാൻ റെഡിയാണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.